പ്രിയ സഹോദരങ്ങളെ, ദൈവജനത്തിൻ്റെ ആത്മീയ വളർച്ചയിൽ വചന വായനയ്ക്കും പ്രബോധനത്തിനുമുള്ള പ്രാധാന്യം ഈ ചെറു പ്രഭാഷണം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. വചനം കേൾക്കുന്നതിലൂടെ മാത്രമല്ല, അത് ആഴത്തിൽ പഠിപ്പിക്കപ്പെടുന്നതിലൂടെയുമാണ് ഒരു വിശ്വാസി പൂർണ്ണതയിലേക്ക് എത്തുന്നത്. വിശുദ്ധ ഗ്രന്ഥം കേവലം ഒരു പുസ്തകമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ജീവനുള്ള ശബ്ദമാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ആരാധനാക്രമത്തിൽ വായനകൾക്ക് നൽകുന്ന പ്രാധാന്യം സഭയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. വചനം വായിക്കുന്നത് ദൈവത്തിൻ്റെ സന്ദേശം നേരിട്ട് സ്വീകരിക്കുന്നതിന് തുല്യവും ആണ്. പൗരോഹിത്യ ശുശ്രൂഷയിലായാലും അൽമായ ശുശ്രൂഷയിലായാലും വചനം പ്രഘോഷിക്കാനുള്ള തീക്ഷ്ണത അത്യാവശ്യമാണ്. വിശ്വാസികളെ സത്യത്തിലേക്ക് നയിക്കുവാനും തെറ്റായ പഠനങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനും ശരിയായ പ്രബോധനങ്ങൾ സഹായിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു നിരന്തരമായ പഠന പ്രക്രിയയാണ്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിൻ്റെ ഹൃദയം തൊട്ടറിയുന്നത്. പ്രബോധനങ്ങൾ എന്നത് കേവലം അറിവ് പകരലല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കലും കൂടിയാണ്. ഓരോ സമൂഹവും വചനത്താൽ പോഷിപ്പിക്കപ്പെടുന്ന ഒരു കുടുംബ അന്തരീക്ഷമായി മാറണം. വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആത്മീയ ഭക്ഷണം വചനത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും ക്രമീകരിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ വായനകൾക്ക് കരുത്തുണ്ട്. അത് ഇരുതല മുനവാൾ മൂർച്ചയേറിയതാണ്. സഭയുടെ പ്രബോധന അധികാരത്തെ ആദരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുകയും വേണം. കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. വചനം പ്രഘോഷിക്കുന്നവർ അതിന് മാതൃകയായി ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. കർത്തൃ സാക്ഷികളായി പ്രബോധനത്തിലൂടെ ലഭിക്കുന്ന അറിവ് നമ്മെ ദൈവസ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. വായനയും പഠനവും, ബൈബിൾ വായനയും ബൈബിൾ പഠനവും വിശ്വാസ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറണം. സഭയുടെ ഓരോ ശുശ്രൂഷയും ദൈവവചനത്തിൻ്റെ പ്രകാശത്താൽ നയിക്കപ്പെടേണ്ടതാണ്. വചനം പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സഭയുടെ ദൗത്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഈ വചന ശുശ്രൂഷയിലൂടെ വിശുദ്ധിയിലേക്കുള്ള പാതയിൽ നമുക്കും ഒരുമിച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.